ചേലക്കരയിലെ ചെക്കന്മാരൊക്കെ ഇപ്പൊ ക്ലാസ് ആട്ടാ. അതിനൂതന ഹൈടെക് സാങ്കേതിക വിദ്യകളോടെ വൻ നഗരങ്ങളെ പോലും വെല്ലുന്ന സൗകര്യങ്ങളുമായി നമ്മുടെ ചേലക്കരയിൽ നാച്ചുറൽസ് ബ്യൂട്ടി പാർലർ, ഡോക്ടർസ് ടവർ, നിയർ ബസ് സ്റ്റാൻഡ്, ചേലക്കര. പാഞ്ഞാൾ ചുണ്ടൻകാട് അംഗനവാടിയിൽ വിദ്യാർത്ഥികൾക്കുള്ള സർട്ടിഫിക്കറ്റ് വിതരണവും വിവിധ കലാപരിപാടികളും അരങ്ങേറി. പാഞ്ഞാൾ പഞ്ചായത്ത് പൈങ്കുളം ചുണ്ടൻകാട് അംഗൻവാടിയിൽ വിദ്യാർത്ഥികൾക്കുള്ള സർട്ടിഫിക്കറ്റ് വിതരണവും വിവിധ കലാപരിപാടികളും അരങ്ങേറി. പരിപാടിയുടെ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി തങ്കമ്മ നിർവഹിച്ചു. ഇവിടെ നിന്ന് പോകുന്ന കുട്ടികളുടെ യാത്രയപ്പ് നടത്താൻ അവര് ഒരു തീരുമാനമൊക്കെ എടുത്തിട്ടാണ് ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആ ഒരു കാര്യത്തിൽ മറ്റുള്ള അംഗൻവാടികളെ പറ്റി പറയുകയാണെങ്കിൽ നമ്മുടെ 26 നമ്പർ അംഗൻവാടിക്കുള്ള ഒരു പ്രത്യേകത, ഏത് കാര്യവും കൃത്യസമയത്ത് അവർ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് തന്നെ അത് ഫലപ്രാപ്തിയിൽ എത്തിക്കാൻ പരമാവധി ചെയ്യുന്നുണ്ട്. അത് നമുക്ക് പൊതുകാര്യങ്ങളിലെല്ലാം അറിയാം. ഓരോ കാര്യങ്ങൾ വരുമ്പോഴും നമ്മുടെ അംഗൻവാടിയുടെ പ്രവർത്തനമാണ് നമ്മുടെ മക്കളിലേക്ക് എത്തിക്കേണ്ടത് എന്നുള്ളത് കൊണ്ട് തന്നെ അടുത്ത ഉള്ള കുട്ടികൾ ഇപ്പൊ 3 വയസ്സ് മുതലുള്ള കുട്ടികളെല്ലാം സ്കൂളിന്റെ LKG UKGയിലൊക്കെ കൊണ്ടുപോയി ചേർക്കുന്നതിന് പകരം നമ്മുടെ തൊട്ടടുത്തുള്ള അംഗൻവാടികളിൽ ചേർക്കാനായിട്ട് നമ്മുടെ അമ്മമാർ ശ്രമിക്കേണ്ടതാണ്. അംഗൻവാടികളിലൂടെ ഒരുപാട് പോഷക ആഹാരങ്ങൾ വിതരണം ചെയ്യുന്നുണ്ട്. അതെല്ലാം വാങ്ങിക്കാനും 18 വയസ്സ് മുതലുള്ള കൗമാരക്കാർക്കുള്ള ഭക്ഷണ വിതരണങ്ങളും ഒക്കെ നടക്കുന്നുണ്ട്. അതെല്ലാം പ്രയോജനപ്പെടുത്തേണ്ടത് നമ്മുടെ ചുറ്റുപാടുമുള്ള കുട്ടികളാണ്, അമ്മമാരോടാണ് എനിക്ക് പറയാനുള്ളത്. ഇപ്പോ നമ്മുടെ കുട്ടികളെ എല്ലാം സ്കൂളിൽ ചേർക്കുകയാണ്. സ്കൂളിൽ ചേർക്കുമ്പോൾ നമ്മളുടെ ഗവൺമെന്റ് നടത്തുന്ന സ്കൂളുകളിൽ വേണം ചേർക്കാൻ. 16ാം വാർഡ് മെമ്പർ രമണി തലച്ചിറ അധ്യക്ഷയായി. അധ്യാപിക അംബിക, കൌൺസിലർ കവിത, ആശാ വർക്കർ വിജിഷ, ICDS സൂപ്പർവൈസർ സൗമ്യ എന്നിവർ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു. കുട്ടികളാണ് ശരിക്കും നമ്മുടെ ഇവിടെ ഉള്ളത്. അതിൽ 15 പേര് സ്കൂളിലേക്ക് ചേർത്തിട്ടുണ്ട്. ബാക്കി 5 പേര് ഇപ്പൊ ഇവിടെ ഉണ്ട്. ഇനിയിപ്പോ നമുക്ക് വരാൻ മെയ് 30-നാണ് പ്രവേശനോത്സവം. അപ്പൊ വരാൻ നമുക്ക് 11 കുട്ടികൾ ഇവിടെ പുതിയതായിട്ട് വരാനും ഉണ്ട്. അപ്പോഴും നമുക്ക് 16 കുട്ടികളുണ്ടാവും വിചാരിക്കണം. പിന്നെ നവംബറിലെ പ്രവേശനോത്സവത്തിന് വരെ കുട്ടികളുണ്ട്. 15 കുട്ടികൾ ഇപ്പൊ നമുക്ക് പോകുന്നുണ്ട്. ഏറ്റവും നല്ല മിടുക്കരായ കുട്ടികളായിരുന്നു എല്ലാറ്റിനും. അവരാണ് ഇപ്പൊ നമ്മുടെ അംഗൻവാടിയിൽ നിന്ന് പോകുന്നത്. തുടർന്ന് കുട്ടികളുടെയും അമ്മമാരുടെയും കലാപരിപാടികൾ വർണ്ണാഭമായി.
ഡിവൈഎഫ്ഐ പൈങ്കുളം തെക്കുമുറി യൂണിറ്റ് സ്പോൺസർ ചെയ്ത ട്രോഫി വിതരണവും നടത്തി. ഷേപ്പ് കഴിഞ്ഞ അടുത്തത് പ്രത്യുഷ. CCV ന്യൂസ് പാനാൾ.